എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നോക്കുവാൻ പോകുന്നത് ചൈനയുടെ പ്രൈം മിനിസ്റ്ററെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കറിയാം, ചൈന എന്ന രാഷ്ട്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, ഒരുപാട് ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു പൊസിഷനാണ് ചൈനയുടെ പ്രധാനമന്ത്രിയുടേത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, ചൈനയുടെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മറ്റ് മന്ത്രിമാരെയും അതുപോലെ തന്നെ ചൈന എന്ന രാഷ്ട്രത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മിലിറ്ററി കമ്മീഷൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി ജനറൽ, അതുപോലെ തന്നെ സെക്രട്ടറി ജനറൽ, അതുപോലെ തന്നെ സ്റ്റേറ്റ് കൗൺസിലർമാർ തുടങ്ങിയ ചൈന എന്ന രാഷ്ട്രത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന, ഏറ്റവും ഉയർന്ന നിയമനങ്ങൾ എല്ലാം തന്നെ നടത്തുന്നത് ചൈനയുടെ ലെജിസ്ലേച്ചർ എന്നറിയപ്പെടുന്ന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPC ആണ്. ഓക്കെ, അപ്പോൾ ഈ ചൈനയുടെ പ്രസിഡൻറ്റ് ചൈനയുടെ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, അതേസമയം ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ചൈനീസ് പ്രസിഡൻ്റ് ആകുന്നു. ഓക്കെ, അപ്പോൾ ചുരുക്കത്തിൽ ചൈനീസ് പ്രധാനമന്ത്രിയാണ് ചൈനയിലെ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ചൈന എന്ന രാഷ്ട്രത്തിൽ ഭരണപരമായ കാര്യങ്ങളിലുള്ള എല്ലാതരം കാര്യങ്ങളിലും ഉള്ള നേതൃസ്ഥാനം വഹിക്കുന്നത് പ്രൈം മിനിസ്റ്റർ അഥവാ പ്രധാനമന്ത്രി ആയിരിക്കും. കൂടാതെ ചൈന എന്ന രാഷ്ട്രത്തിൻ്റെ തന്നെ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് എന്നത് പ്രൈം മിനിസ്റ്റർ ആയതുകൊണ്ട് തന്നെ ചൈന എന്ന രാഷ്ട്രത്തിൻ്റെ സ്റ്റേറ്റ് കൗൺസിൽ പ്രവർത്തിക്കുന്നത് തന്നെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് കൗൺസിൽ എന്താണ് എന്നുള്ളത്. അതായത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ കേന്ദ്ര ഗവൺമെൻറ്റാണ് സ്റ്റേറ്റ് കൗൺസിൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗമാണ് സ്റ്റേറ്റ് കൗൺസിൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്തം അഥവാ റെസ്പോൺസിബിലിറ്റി ഉള്ളത് ചൈനയുടെ പ്രധാനമന്ത്രിക്കായിരിക്കും. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ എക്സിക്യൂട്ടീവായ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ മുഴുവനായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന, അതിൻ്റെ ചുമതലയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ചൈനയുടെ പ്രൈം മിനിസ്റ്റർ പ്രീമിയർ ഓഫ് സ്റ്റേറ്റ് കൗൺസിൽ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതാണ്ട് 1954 ശേഷമാണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രീമിയർ എന്നാക്കി മാറ്റുന്നത് തന്നെ. മാത്രവുമല്ല, ചൈന എന്ന രാഷ്ട്രത്തിൽ പ്രൈം മിനിസ്റ്ററുടെ ഭരണത്തിന് അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ നിയമിക്കുന്നതിന് എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ചൈനീസ് പ്രസിഡൻറ്റിൻ്റെ നാമനിർദ്ദേശവും അതുപോലെ തന്നെ ചൈനീസ് ലെജിസ്ലേച്ചർ എന്നറിയപ്പെടുന്ന NPC അഥവാ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസിൻ്റെ അംഗീകാരവും എല്ലാം തന്നെ പ്രൈം മിനിസ്റ്റർക്ക് ആവശ്യമാണ്. കൂടാതെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായിട്ടാണ് ഈ ചൈനീസ് പ്രൈം മിനിസ്റ്റർ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭരണ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ചൈന എന്ന രാഷ്ട്രത്തിൽ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആയിട്ടാണ് ചൈനീസ് പ്രൈം മിനിസ്റ്റർ അറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ഭരണം നടത്തുന്നതിൽ ചൈനയിൽ പ്രസിഡൻറ്റിന് കാര്യമായിട്ടുള്ളൊരു പങ്കില്ല. ഓക്കെ, മാത്രമല്ല ഭരണം നടത്തുന്ന പങ്ക് എന്ന് പറയുന്നത് അതുള്ളത് പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റേറ്റ് കൗൺസിലിനുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചൈനയുടെ പ്രൈം മിനിസ്റ്റർക്ക് നിരവധിയായ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അവ എന്തെല്ലാമാണ് എന്ന് നോക്കിയാൽ, ചൈനയുടെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ പ്രൈം മിനിസ്റ്റർ പോസ്റ്റ് എന്നുള്ളൊരു സ്ഥാനം തന്നെ ദേശീയ തലത്തിൽ ഭരണപരമായ ഒരു ഉന്നത സ്ഥാനമായിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ രാഷ്ട്രത്തിൽ ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് എന്നുള്ളൊരു സ്ഥാനമാണ്, ഹെഡ് ഓഫ് ദി ഗവൺമെൻറ് ആയിട്ടാണ് ചൈനയിൽ പ്രൈം മിനിസ്റ്റർ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈം മിനിസ്റ്റർ എന്ന പോസ്റ്റ് തന്നെ ദേശീയ തലത്തിൽ ഭരണപരമായ ഒരു ഉന്നത സ്ഥാനമായിട്ടാണ് ചൈനയിൽ കണക്കാക്കി പോകുന്നത്. കൂടാതെ ചൈനയുടെ ഭരണകൂടത്തെ, അതായത് ചൈനയുടെ ഔദ്യോഗിക വൃത്തത്തെ നിയന്ത്രിക്കുന്നതിൽ പ്രൈം മിനിസ്റ്റർക്ക് വ്യക്തമായിട്ടുള്ള പങ്ക് തന്നെയുണ്ട്. ഓക്കെ, അതായത് ഗവൺമെൻറ്റിൻ്റെ തലവന് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ മുഴുവനായിട്ടുള്ള ഉത്തരവാദിത്വം അഥവാ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു വ്യക്തി എന്നുള്ളത് പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, അതായത് എക്സിക്യൂട്ടീവായ സ്റ്റേറ്റ് കൗൺസിൽ പ്രവർത്തിക്കുന്നത് തന്നെ ഈ പ്രധാനമന്ത്രിയുടെ നിയന്ത്രണത്തിന് കീഴിലായിരിക്കും. ഓക്കെ, കൂടാതെ ഈ ചൈനയുടെ പ്രൈം മിനിസ്റ്റർക്ക് നിരവധിയായ
ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാക്കുക. അതായത് വിവിധ മന്ത്രിസഭകളുടെ മേൽനോട്ടം വഹിക്കുക എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ചൈനയുടെ പ്രൈം മിനിസ്റ്റർക്ക് ഉണ്ടായിരിക്കും. കൂടാതെ ചൈനയിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി കമ്മീഷൻ, അതുപോലെ സ്റ്റേറ്റ് കൗൺസിലിലെ അംഗങ്ങൾ, കൂടാതെ പ്രധാനമന്ത്രിമാർ എന്നിവയെക്കുറിച്ചെല്ലാമുള്ള അവരുടെ പ്രവർത്തനത്തെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ ചൈനീസ് ലെജിസ്ലേച്ചറായ NPC അഥവാ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്സിനെ അറിയിക്കുന്നത് അഥവാ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്സിന് കൊടുക്കുന്നത് അതിനുള്ള ഉത്തരവാദിത്വം ചൈനീസ് പ്രൈം മിനിസ്റ്റർക്കായിരിക്കും. ഓക്കെ, അതായത് രാഷ്ട്രത്തിലെ പ്രധാന തസ്തികകളിലേക്കെല്ലാം തന്നെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതും അതുപോലെ തന്നെ അവരെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുന്നതും വേണമെങ്കിൽ തിരിച്ചു വിളിക്കാനും എല്ലാമുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്ന ചൈനീസ് ലെജിസ്ലേച്ചർ എന്നറിയപ്പെടുന്ന നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് NPCക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഈ NPCക്ക് അഥവാ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്സിന് കൊടുക്കുന്നത് അതിനുള്ള ഉത്തരവാദിത്വം നിക്ഷിപ്തമായിരിക്കുന്നത് ചൈനീസ് പ്രൈം മിനിസ്റ്ററിൽ ആയിരിക്കും. കൂടാതെ സിവിൽ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടേറിയ ഒരു റെസ്പോൺസിബിലിറ്റി കൂടി ഈ ചൈനീസ് പ്രൈം മിനിസ്റ്റർക്ക് അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽപ്പെട്ട ഒരു കാര്യമാണ്. കൂടാതെ മന്ത്രിസഭയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുക എന്നുള്ളതും ഇദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. കൂടാതെ ഇദ്ദേഹത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശം എന്ന് പറയുന്നത് സ്റ്റേറ്റ് കൗൺസിലിലേക്കും അതുപോലെ തന്നെ NPC അഥവാ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ്സിലേക്കുമുള്ള അംഗങ്ങൾ ആരായിരിക്കണമെന്ന് തീരുമാനിക്കുവാനും അതായത് ആരായിരിക്കണമെന്ന് ശുപാർശ ചെയ്യാനുള്ള അവകാശം ചൈനീസ് പ്രൈം മിനിസ്റ്റർക്കുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചൈനയുടെ പ്രൈം മിനിസ്റ്ററെ പറ്റി പ്രധാനമായും പറയാനുള്ളത്. ജസ്റ്റ് BA നിലവാരത്തിലുള്ള ഒരു ക്ലാസ്സാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒന്നും എനിക്ക് ലഭ്യമായിട്ടില്ല. എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ്സ് നിലവിൽ എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഈ സ്ലൈഡ് മേക്ക് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ട് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ എക്സാം പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുകയാണ് എങ്കിൽ ഈ വീഡിയോ മാത്രം പൂർണ്ണമായിട്ട് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്, മറ്റ് സോഴ്സ് കൂടി നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.